അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വടിത്തങ്ങൾ പാപ്പാനെ സംബന്ധിച്ച്, യഹ്യൽ ബുഖാരി തങ്ങളെ സംബന്ധിച്ച് നമ്മളെ ഈ കോളാമ്പി, വലിയ കോളാമ്പി നൗഷാദേ വല്ലാതെ പുളിയാക്കുന്നുണ്ട്. അതിനങ്ങനെ കയറ്റുന്നുണ്ട്. കയറ്റുകയാണ്. അപ്പോൾ കയറ്റുന്നത് നൗഷാദ് കയറ്റുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. നൗഷാദ് എപ്പോഴും താഴത്തേക്കിടും. നൗഷാദ് കയറ്റുന്നത് വിശ്വസിച്ചിട്ട് കയറി കഴിഞ്ഞാൽ ഓൻ താഴത്തേക്കിടും. ഓൻ്റെ കഥ അങ്ങനെയാണ്. ഓൻ ഒത്തോടത്തേക്കനുസരിച്ചിട്ട് ഒത്ത കോലത്തിൽ പ്രസംഗിക്കാൻ വയ്ക്കും. ഓനെ ശരിക്കും ഈ പാട്ടുകാരുണ്ടല്ലോ, ഈ എലക്ഷൻ വരുന്ന സമയത്ത് പാട്ടുകാരെന്ത് ചെയ്യും, ലീഗുകാർക്ക് പാടിക്കൊടുക്കും, ലീഗിനനുസരിച്ചിട്ടുള്ള പാട്ട്. അതേ പാട്ടുകാരൻ തന്നെ മാർക്സിന് പാട്ട് പാടിക്കൊടുക്കും, മാർക്സിനനുസരിച്ചിട്ടുള്ള പാട്ട്. അതേ പാട്ടുകാരൻ തന്നെ കോൺഗ്രസിനും പാട്ട് പാടിക്കൊടുക്കും, അതേ പാട്ടുകാരൻ BJPക്കും പാട്ട് പാടിക്കൊടുക്കും. ആ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത്. ആ പാടിയ ആൾ തന്നെയാണ് ഈ പാടുന്നത്. BJPക്കും പാടണമെന്ന് തന്നെയാണ്, കോൺഗ്രസിനും പാടണമെന്ന് തന്നെയാണ്, പിന്നെ ലീഗിനും പാടണമെന്ന് തന്നെയാണ്, മാർക്സിനും പാടണമെന്ന് തന്നെയാണ്. എല്ലാ പാർട്ടിക്കും പാടി കൊടുക്കുന്നത് ഓൻ തന്നെയാണ്. അതെന്തേ, ഓൻ കൂലിക്കാണ് പാടുന്നത്. ഓനെ ഏത് പാട്ടും പാടിക്കൊടുക്കും. എഴുതി കൊടുത്തിട്ടുണ്ട് വെച്ചാൽ എഴുതി കൊടുത്തേ പാടും. അതല്ല എൻ്റെ മട്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി പാടട്ടോ എന്ന് പറഞ്ഞാൽ ലീഗിനെ നല്ലോണം കുറ്റപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ വയ്ക്കും, ഓന് മാർക്സിസ്റ്റുകാർക്ക് പാടി കൊടുക്കാൻ വയ്ക്കും. അതേമാതിരി മാർക്സിസ്റ്റുകാർ കുറ്റപ്പെടുത്തിക്കാണ്ട് അങ്ങേയറ്റം കുറ്റപ്പെടുത്തി ഒന്നിനും പറ്റാത്ത കോലത്തിൽ മാർക്സിസ്റ്റുകാരാക്കിയാണ്ട് അതുപോലെ തന്നെ പാടാൻ വയ്ക്കും. ഒരേ മണിക്കൂറുകളെ കൊണ്ടായിരിക്കും പാട്ടുണ്ടാക്കിക്കുക. ഓൻ പാട്ടുകൾ എഴുതിയാണ്ട് ചെയ്തിട്ടുണ്ടാവും. എന്നതുപോലത്തെ ഒരു ആളാണ് ആര്, നമ്മൾ ഈ നൗഷാദ് തന്നെ കോളാമ്പി. അവസരങ്ങൾക്കനുസരിച്ചിട്ട് ഓൻ പ്രസംഗിക്കും. അവസരങ്ങൾക്കനുസരിച്ചിട്ട് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ മഷായിഖാണ് എന്നൊക്കെ യഹ്യൽ ബുഖാരി തങ്ങളെ സംബന്ധിച്ചിപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. വടിത്തങ്ങൾ പാപ്പ അത് കാലഘട്ടത്തിന്റെ ആളാണ്. ഈ കാലഘട്ടത്തിന്റെ കുതുബുൽ ആലമാണത്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മഹാനാണത്. തർക്കമില്ല. അത് പ്രഖ്യാപിക്കണോല് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേട്ടില്ല നിങ്ങള്? വടിത്തങ്ങൾ പാപ്പ ഈ കാലഘട്ടത്തിന്റെ കുതുബുൽ ആലമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും കുത്തുബുണ്ടാകും എന്നാണല്ലോ. കുത്തുബിൻ്റെ അത് മുറിഞ്ഞു പോണില്ലല്ലോ, കുത്തുബുണ്ടാകുമെന്നാ. അപ്പോൾ മഹാനായ മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ വഫാത്തായിട്ട് 36-37 കൊല്ലത്തോളായി. അപ്പോൾ ഈ 36-37 കൊല്ലമായിട്ട്, 36 കൊല്ലം കൂട്ടിക്കോളി, ഈ 36 കൊല്ലമായിട്ട് ഇപ്പോൾ ഇവിടെ കുത്തുബുണ്ടായിട്ടില്ല അല്ലേ? ഓരോ കാലഘട്ടത്തിനും കുത്തുബുണ്ട് എന്നാണല്ലോ. അപ്പോൾ മടവൂരിൻ്റെ കാലഘട്ടം കയ്യിലോടുകൂടെ ആ കുറഞ്ഞ സ്ഥലം ഏത് ഇടവേളയായിരുന്നോ, കുത്തുബീങ്ങളെ ഇടവേളയായിരുന്നോ? പക്ഷേ അതെ, അതൊന്ന് പറയേണ്ടി വെച്ച്. മടവൂരിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം കുത്തുബിൻ്റെ ഇടവേളയായിരുന്നോ? കുത്തുബുല്ലാലമീങ്ങൾക്ക് ഒരു ഇടവേളയായിട്ടുണ്ടായിരുന്നോ? സാമാജിക അവസരം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരിടവേള കൊടുത്തിരുന്നോ? അതായിരിക്കും അതിലെ. കാരണം വടിത്തങ്ങളിപ്പോൾ കുത്തുബുല്ലാലമായത് ഇപ്പോൾ 2 വർഷമായിട്ടല്ലേ ഉള്ളൂ. കാരണം ഇപ്പോൾ 2 വർഷമായിട്ടല്ലേ ഇപ്പോൾ ഇഞ്ച് പറയലെടുത്തിട്ട് വടിത്തങ്ങളിപ്പം കൂടിയത്. 2024 24-ലല്ലേ, 24-ലാണല്ലോ വീഡിയോ ഒക്കെ കാട്ടി കൊടുത്തുകാണ്ട് മൂപ്പര് എന്ത് ചെയ്തത്, മൂപ്പര് മനമാറ്റം വരുത്തിയാണ് മൂപ്പരെ തിരിപ്പിച്ചത്. മൂപ്പര് കണ്ടറിഞ്ഞാണ്ട് ഒപ്പം കൂടിയാൽ ചിലപ്പോൾ വിജയിക്കൊന്നുമില്ല. മൂപ്പര് ഇങ്ങോട്ടും പറയട്ടോ. മൂപ്പര് ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നീനല്ലോ, എന്ത് ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണ്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മടവൂരാണ്, ഹൗസുൽ ആദമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മൂപ്പര് മറുപടി പറഞ്ഞിരിക്കണം. അത് കേട്ടിക്കണോ? അത് മൂപ്പര് പറഞ്ഞിട്ടുണ്ടോ എന്ന് കേട്ടു നോക്കുന്നു. സർവശക്തനായ അല്ലാഹുവാണ് നമ്മുടെ റീഡിങ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എല്ലാ പ്രവർത്തനത്തിലും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷിതാവായ അല്ലാഹുവാണ്. എല്ലാ പ്രവർത്തനത്തെയും കൺട്രോൾ ചെയ്യുന്നത് രക്ഷിതാവായ അല്ലാഹുവാണ്.
ഈ വാദമല്ല നൗഷാദിനിക്കുള്ളത് കേട്ടോ. നൗഷാദിനിക്ക് ഈ വാദമല്ല ഉള്ളത്. എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് രക്ഷിതാവായ അള്ളാഹു ആണ്. ആരാ പറയണത്? വടിത്തങ്ങൾ. നേരത്തെ പറയപ്പെട്ട കുത്തുബുൽ ആലം എന്ന് പറഞ്ഞില്ലേ, ആ വടിത്തങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ. ബാക്കിയും കൂടി പറയട്ടെ. ഒരാടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട്. മറ്റേ ശിവാശേക്കും വൈദ്യശേക്കും മടവൂറൊന്നുമല്ല. ആ നൗഷാദേ, ഇപ്പം ആ കൊളായല്ലടാ. റിഫായി ഷേഖും മടവൂർ ഷേഖും പിന്നെ മൊയ്തീൻ ഷേഖും മടവൂരൊന്നും അല്ല. റിഫായി ഷേഖും മൊയ്തീൻ ഷേഖും മടവൂരൊന്നും അല്ല ലോകം നിയന്ത്രിക്കുന്നത്. ഇജ്ജ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ആകെ ബാത്തിലാക്കിയാലോ. ഇജ്ജ് നേരത്തെ കുത്തുബുൽ ആലമാണ് പിന്നെ എന്ന് യഹ്യൽ ബുഖാരിയെ സംബന്ധിച്ച് പറഞ്ഞു. അതേ യഹ്യൽ ബുഖാരി അതാ പറയണ് പിന്നെ റിഫായി ഷേഖും മൊയ്തീൻ ഷേഖും മടവൂരൊന്നുമല്ല പിന്നെ ലോകം നിയന്ത്രിക്കണത്. ഇജ്ജാണ് വെച്ചാലോ പറഞ്ഞത് മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്. എനിക്കപ്പോൾ എതിരായല്ലോ ഇപ്പോൾ ഇത്. ബാക്കിയും കൂടിയും പറയട്ടെ. മുജാഹിദ് എന്ന് പറയുമ്പോൾ ആറ് മുജാഹിദ് എന്ന് പറയും. തൗഹീദാണ്. അള്ളാഹു നിയന്ത്രിക്കുന്നത് അവന്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ ബന്ധം, ഇലാഹിയായ പ്രവർത്തനങ്ങൾ, വളരെയധികം സൂക്ഷ്മയോട് പ്രവർത്തിക്കുന്ന റബ്ബ്, നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട റബ്ബ്, ആക്ട് ചെയ്യുന്ന റബ്ബ്. കേട്ടില്ലേ? എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ്. അല്ലാതെ മടവൂർ ഷെയ്ഖോ മൊഹീദ്ദീൻ ഷെയ്ഖോ റിഫായി ഷെയ്ഖോ ഒന്നുമല്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. അള്ളാഹു ആണ് നിയന്ത്രിക്കുന്നത്. പിന്നെ അവരുടെ അള്ളാഹുവിൻ്റെ കഴിവ് പ്രകാരം, അള്ളാഹു കൊടുത്ത കഴിവ് പ്രകാരം അവർ നിയന്ത്രിക്കും. ആരാ പറഞ്ഞത്? ഇതാ പിന്നെ യഹ്യൽ ബുഖാരി തങ്ങളാ പറയണം അല്ലേ. എന്നാൽ ഇവൻ്റെ നൗഷാദിൻ്റെ വാദമോ അങ്ങനല്ല. നൗഷാദിൻ്റെ വാദം നേരെ തന്നെ അത് മടവൂരിനെ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ഇവൻ്റെ ഈ നൗഷാദിൻ്റെ ഈ കുത്തിത്തിരിപ്പൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. ആ മറ്റേ OT ഉസ്താദ് ഉണ്ടല്ലോ, ഒരു പിന്നെ ഉസ്താദ് ക്ലാസ് എടുക്കണം യൂട്യൂബിൽ, അയാളിത് കേട്ടിക്കണമെന്നാണ് തോന്നുന്നത്. അയാളിതിനെ ശക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കൈ ഉയർത്തിയാണ്ട് ദ്വാരക്കുന്നതും അതുപോലെ തന്നെ തവസ്സുലും ഇസ്തിഗാസയും അയാൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കിട്ടോ. മൂപ്പര് പറഞ്ഞത് ഇപ്പൊ അതാണ്. മുഖാമുഖം നിന്നാണ് എപ്പോഴും ജീവിതകാലത്ത് സലാം പറയാം. ഒരാളെ ബാക്കിൽ നിന്നാണ്ട് സലാം പറയലല്ല. അപ്പൊ നമ്മള് മയ്യത്തിനെ പടിഞ്ഞാട്ട് കിബിലയിലേക്ക് ചെരിച്ച് കടത്തിയതാണ്. അപ്പൊ നമ്മള് ബാക്കിൽ നിന്നാണ് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യത്ത് എങ്ങട്ടാ ചെരിഞ്ഞെടുക്കണത്? കിബിലക്കാണ്. അപ്പൊ നമ്മൾ മുമ്പിൽ മുഖാമുഖം നിന്നിട്ടാണ് സലാം ചൊല്ലേണ്ടതും ഓതേണ്ടതും. ദുആ ചെയ്യാൻ വേണ്ടി പടിഞ്ഞാട്ട് തിരിയാന്നത്. ദ്വാരക്കണത് ഇവനോടല്ലോ, അള്ളഹാനോടല്ലേ. കേട്ടില്ലേ? ദ്വാരക്കണത് ഇവനോടല്ല, ദ്വാരക്കണത് അള്ളഹാനോടാണ്. അതാ. അപ്പൊ പടിഞ്ഞാട്ട് തിരിയാ. റസൂലുള്ളാന്റെ അടുത്ത് അത് വളരെ കറക്റ്റാണ്. റസൂലുള്ളാനെ കിബിലക്ക് അഭിമുഖമായിട്ട് കടത്തിയേക്കാണ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അവിടെ സലാം ചെല്ലുക. അവിടുന്ന് ദുആ ചെയ്യുമ്പോഴും ദ്വാരക്കണം അള്ളഹാനോടാണെങ്കിലും റസൂലുള്ളാഹിലേക്ക് തിരിഞ്ഞാൽ തന്നെ ദ്വാരക്കാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം ഒരു അദബാണ്. റസൂലുള്ളാഹിക്ക് നമ്മൾ പിൻഭാഗം ആക്കുക എന്നുള്ളത് അത് മുഅ്മിനെ കൊണ്ട് കഴിയൂല. അത് ഓല അയക്കൂല. കണ്ടോ? അവിടെ അദബ് പാലിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യാം. അതാണല്ലോ നമ്മൾ ഖബറടക്കം കഴിഞ്ഞാൽ തിൽക്കീൻ ചൊല്ലിക്കൊടുക്കും. തിൽക്കീൻ ചൊല്ലിക്കൊടുക്കുക നമ്മൾ മുഖത്തേക്ക് നോക്കിയിട്ടാണ്. ഈ മുഖത്തിൻ്റെ ഭാഗത്തിരുന്നിട്ടാണ് നമ്മൾ തിൽക്കീൻ ചൊല്ലിക്കൊടുക്കുക. കിബിലയിലേക്ക് നമ്മളെ പിന്നെ മയ്യത്തിൻ്റെ മുഖം കിബിലയിലേക്ക് കടത്തും. നമ്മളുടെ മുഖം കിബിലയിലേക്കാവില്ല, മയ്യത്തിൻ്റെ മുഖത്തിൻ്റെ ഭാഗത്തേക്കാകാരം. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തിരുന്നിട്ട് തിൽക്കീൻ ചൊല്ലിക്കൊടുത്ത് പിന്നെ ദ്വാരക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? അൽ-ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് നോക്കും. അത് കിബിലയിലേക്ക് മുന്നിട്ട് കാട് നിൽക്കുകയാണ്. ഓല കാര്യമല്ലേ ഞാൻ പറയണേ. നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാ കിതാബ് പറയണം. അപ്പൊ നമ്മളോട് ദ്വാരക്കണ റസൂലുള്ളാഹിനോടൊന്നും അല്ല, അള്ളഹാനോട് തന്നെയാണ് ദ്വാരക്കണം. പഠിച്ചവനെ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെ ദ്വാരക്കണം എന്നാണ്. ഹക്ക് കൊണ്ട് തന്നെ ദ്വാരക്കൽ സുന്നത്താന്ന് പറയുന്നുണ്ട് സിയാറത്തിന്റെ മര്യാദയിൽ. അവിടെ ചെന്ന് ദ്വാരക്കുമ്പോൾ തവസ്സുൽ ചെയ്ത് ദ്വാരക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആശയത്തുൽ ഈലാൽ ഇബ്നു ഹജർ തങ്ങൾ വേറെ കിതാബിലൊക്കെ ഉണ്ട്. കണ്ടോ? പല കിതാബുകളിലുണ്ട് തവസ്സുൽ ചെയ്ത് കണ്ട് തന്നെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്തില്ലുമ്പോൾ തവസ്സുൽ ചെയ്ത് കണ്ട് ദുആ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അദ്ദേഹം കാരണം പറഞ്ഞത്
ആ തവസ്സുലിന് മനുഷ്യോൽപത്തിയോളം പഴക്കമുണ്ട്. ആദം നബി അലൈഹി സ്വലാം അള്ളഹാനോട് അങ്ങനെ തവസ്സുൽ ചെയ്തതായിരുന്നു എന്ന സ്വഹീഹ് പ്രാമാണികമാണ്. ലൈഫാണെങ്കിലും പ്രാമാണികമാണ്. കസ്റത്ത് തുറുക്കുണ്ട്, നിവേദന പരമ്പരകളുടെ ആധിക്യമുണ്ട്. അതുകൊണ്ട് ലൈഫാണെങ്കിൽ പോലും ആ ഹദീസ് ആധികാരികമാണ്. അതുകൊണ്ട് എങ്ങനെ തീർക്കണം? പടച്ചോനെ റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് തന്നെ എന്താക്കണം? അതാണ് സുന്നത്ത് എന്ന് മഹല്ലിയിലും കിതാബിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ആഴ്ച ഏതൊരു ചെറുക്കൻ ചോദ്യം വിട്ടാണ് ജയരഷ ഔലിയാക്കന്മാരത്ത് നിന്നാണ്ട് ഓലോട് നേരിട്ട് ചോദിക്കാന്നല്ലാതെ അവിടെ ചെന്നാൽ അള്ളഹാനോട് തീർക്കാൻ പാടില്ല, ഓൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അത് കുരുവട്ടൂരികളുടെ വാദമാണ് ഉസ്താദേ. ആ കുരുവട്ടൂരികളുടെ വാദമാണ് ഇപ്പം ആ ചെറുക്കം ചോദ്യങ്ങളോട് ചോദിച്ചു പറഞ്ഞത്. നമ്മുടെ കോളാമ്പി നൗഷാദിന്റെ വാദമാണ് ആ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് ഞാൻ തമ്മാണ്ട് ഇനിയിപ്പൊക്കെ വീണ്ടോ മക്കാമിലൊക്കെ ചെന്നിട്ട് പടച്ചോനെ തീർക്കാൻ പാടില്ല, മക്കാമിൽ കിടക്കണവർ വിളിച്ചോണ്ട് എന്താക്കണം ചോദിക്കണം, അല്ലെങ്കിൽ ഓൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഒരു മൂലര് പറഞ്ഞോന്ന് ഒരാള്. അപ്പൊ ഒരു മൂല്യര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ മൂല്യര് ഏതാണ്? ഈ ഭൂത്താനി ത്വരീഖത്തിന്റെ കോളാമ്പിയായ നൗഷാദാണ്. ഞാൻ ഓർത്ത മറുപടി അത് ഈ പറഞ്ഞ മൂലര് മനസ്സെന്നോടെ കടങ്ങൾക്കുവാണെങ്കിലോ അങ്ങനെ വരിക. അത് ശരിയാണ്. നൗഷാദൊക്കെ കിടക്കുകയാണെന്ന് വെച്ചാൽ വലിയ പ്രശ്നം തന്നെയാണ്. നൗഷാദിന്റെ ആ കിബറി അവനോട് തന്നെ ചോദിക്കണം എന്നോ പറയും. പറയുന്ന മൂലരൊന്നാവൂലേ, അയാളമായിട്ടുള്ള മനസ്സാണ് ഈ കടക്കുവെച്ചെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എന്താ എന്നോട് ചോദിക്കാതെ. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, എന്താ ഇപ്പൊ ഇന്ത്യയിലാറ മറ്റേ മൂലരോട് എന്താ ധരിക്കാൻ പറയണതൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എനിക്ക് അല്ലേ നിങ്ങളിപ്പോ എന്നോടൊന്നും ധരിപ്പിച്ചാതെ ആ മൂലരോട് ധരിപ്പിച്ച് എനിക്ക് കയറിക്കാരം അല്ലേ? മറ്റവനോട് ദ്വാരിപ്പിക്കണ എനിക്ക് കയറിക്കാരം എന്ന് പറഞ്ഞത് ഉസ്താദിന്റെ തവാദു കൊണ്ട് പറയുന്നതാണ് കേട്ടോ, താഴ്മ കൊണ്ട് പറയുന്നതാണ്. നമ്മളൊരു മനസ്സ് അങ്ങനെയാണ്. അങ്ങനെയാണ് ഈ കിടക്കണോല്, അങ്ങനെയാണെങ്കിലല്ലേ വരുള്ളൂ അല്ലേ? കടക്കുന്ന ആള് നൗഷാദിന്റെ മനസ്സിലുള്ള ആളാണെങ്കിൽ പിന്നെ കഴിഞ്ഞു കഥ. പിന്നെ പാടെ ചോദിച്ചിട്ട് കാര്യമില്ല, ദ്വാരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതെങ്ങനെയുണ്ട്? പടച്ചോനെ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെയാണ് ദ്വാരക്കണം. പടച്ചോനുണ്ട് റസൂലുള്ളാഹിനോട് നേരിട്ട് നബിയെ എന്ന് പറഞ്ഞ് വിളിച്ചാലും ഒരു കുഴപ്പവും ശിർക്കൊന്നും വരില്ല കേട്ടോ. അത് ഇതേ മനക്ക് തന്നെ വരുള്ളൂ. ഉസ്താദ് ഈ പറഞ്ഞ രൂപത്തിൽ അതൊരു സത്യമാണ്. 2 രൂപം പറ്റും. അതൊരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ അങ്ങനെ പറയുമ്പോ എന്താ വിഷയം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത പോലെ തന്നെ വഫാത്തായാലും ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും കറാമത്തൊന്നും മുറിയില്ല. കറാമത്ത് മരിച്ചാലും എന്താവില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അക്കീദ. മരിച്ചാലും കറാമത്തും മുജിസത്തൊന്നും എന്താവില്ല, അവസാനിക്കണില്ല. മൂസാ നബിയൊക്കെ കണ്ടില്ലേ, ഇസ്രാന്റെ മിറാജിന്റെ രാത്രിയൊക്കെ നിങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പൊ ഓലോട് തന്നെ ചോദിക്കാം, അതിനൊന്നും താറാറില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഇത് സുന്നത്താന്ന് പറയുന്നുണ്ട്. ഈ തവസ്സുൽ എന്താന്ന് പറയുന്നുണ്ട്? സുന്നത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ കുട്ടിന്റെ ചോദ്യം ഇതാണ്, മക്കാമിലൊക്കെ ചെന്നാണ്ട് അള്ളഹാനോടല്ല തീർക്കേണ്ടത്, ഓലോട് തീർക്കഴിഞ്ഞാൽ ഓൾക്ക് ഈറയാവുന്നതാണ് ഞാൻ അംഗീകരിക്കാത്തത്. അതാണ് ഉസ്താദിനോട് ചോദിച്ചിട്ടുള്ളത്. അയാളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ, ഖബറ് കിടക്കുന്ന ആളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ഈറാകും. അത് നമ്മളെ മനസ്സിലുള്ള ആളല്ലല്ലോ അവിടെ കിടക്കണത് എന്നാണ് ഉസ്താദിന്റെ മറുപടി. വലിയ വലിയ മഹാന്മാരല്ലേ. അപ്പം അതുകൊണ്ട് അള്ളാഹിനെ മുൻനിർത്തിയാണ്ട് ചോദിക്കുമ്പോൾ അവർക്കൊരു ദേഷ്യം പിടിക്കൂല. ഖബറ് കിടക്കണത് നൗഷാദാണെങ്കിൽ ഓക്കെ, ആ പ്രശ്നം ഉണ്ടാവും, വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ നൗഷാദിൻ്റെ കുയിന്ത് സമ്മതിക്കൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സുന്നത്തെ മായത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഈ നൗഷാദിൻ്റെ പ്രസംഗം ആണിപ്പോൾ ഇയാൾ ഈ പോസ്റ്റ്മോർട്ടം ക്ലാസ്സിലൂടെ ഐഡിയപരമായി കൊണ്ട് നല്ലോണം പറഞ്ഞത്. ഇനി നൗഷാദെ നാളെ ഈ ഉസ്താദിൻ്റെ ക്ലിപ്പെടുത്തോ.